ബിസിനസ് സ്റ്റഡീസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് പ്രൈവറ്റ് പബ്ലിക് ഗ്ലോബൽ എന്റർപ്രൈസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. ഓക്കെ, അപ്പൊ കുറച്ചൊക്കെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂസിങ് ആകുന്ന, കുറച്ച് നിങ്ങൾ ഇരുന്ന് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ തന്നെയാണ് ഇത്. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഡിഫറെന്റ് ഫോംസ് ഓഫ് പബ്ലിക് ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണ് എന്നൊരു കാര്യം. ഓക്കെ, അപ്പൊ 3 ഫോംസ് ഓഫ് പബ്ലിക് ഓർഗനൈസേഷൻസ് ആണ്. ഏതൊക്കെയാണ്? ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സ്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസും അതുപോലെ തന്നെ ഗവൺമെന്റ് കമ്പനി. ഓക്കെ, അപ്പൊ ഈ ഒരു ഏരിയ പഠിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുമെന്ന് പലപ്പോഴും കൺഫ്യൂസിംഗ് ആണ്. കാരണം ഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങളെക്കാളും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും കൂടുതലും ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഡെഫിനറ്റ്ലി ഈ ഒരു ഏരിയ പഠിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു പാറ്റേൺ കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കുന്ന ഡിഫറെന്റ് പാറ്റേൺസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഡെഫിനറ്റ്ലി നോക്കാം, ഈ ഒരു രീതിയിലുള്ള ചോദ്യം ചോദിക്കാം. ഓക്കെ, ചൂസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് വിച്ച് ഈസ് നോട്ട് related to departmental undertakings. Okay, but departmental undertakings in the characteristics അല്ലാത്തത് ഏത് എന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, the revenue earned is paid to government treasury. ഓക്കെ, എന്ത് ചെയ്യുന്നുണ്ട്? ഏൺ ചെയ്ത റവന്യൂ ഗവൺമെന്റ് ട്രഷറിയിലോട്ട്. ഓക്കെ, the revenue earned is paid, ഗവൺമെന്റ് ട്രഷറിയിലോട്ട് പേ ചെയ്യുകയാണ്. അതാണ് ഫസ്റ്റ്. ഓക്കെ, സെക്കൻഡ് വൺ, it is established as a special act of parliament. പാർലമെന്റിലെ ഒരു സ്പെഷ്യൽ ആക്ട് പ്രകാരമാണത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, it is accountable to the concerned ministry. Concerned ministry യോട് accountable ആണ്. Its employees are government servants. ഓക്കെ, അപ്പൊ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് നിങ്ങൾ എക്സാമ്പിൾ വെച്ചിട്ടൊന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഇന്ത്യൻ റെയിൽവേ ആയിക്കോട്ടെ, ഓക്കെ, ഡിഫറെന്റ് ഹെൽത്ത് കെയർ മിനിസ്ട്രി, എഡ്യൂക്കേഷൻ മിനിസ്ട്രി, ഇതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളാണ്, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. അപ്പൊ അതാണ് ഡിപ്പാർട്ട്മെന്റ് അണ്ടർടേക്കിങ്സ്. അപ്പം സത്യം പറഞ്ഞാൽ ഇവരാണ് ചെയ്യുന്ന റവന്യൂ എങ്ങോട്ടാണ് പോന്നെ? ഗവൺമെന്റിലോട്ടാണ് പോകുന്നത്, അല്ലെ? കൺസേൺഡ് മിനിസ്റ്ററോട് അക്കൗണ്ടബിൾ ആണ്. ഹെൽത്ത് സെക്ടറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നാൽ ഹെൽത്ത് മിനിസ്റ്റർ അക്കൗണ്ടബിൾ ആണ്. എഡ്യൂക്കേഷൻ സെക്ടറിൽ ഒരു ചോദ്യം എഡ്യൂക്കേഷൻ മിനിസ്റ്ററോടാണ് ചോദിക്കുന്നത്. അപ്പൊ കൺസേൺഡ് മിനിസ്റ്റർ അക്കൗണ്ടബിൾ ആണ്. ആൻഡ് ഇവിടുത്തെ സെർവൻസ് നമുക്കറിയാം ഡെഫിനറ്റ്ലി, അല്ലെ? ഇപ്പോൾ ഒരു മെഡിക്കൽ കോളേജിൽ പോയിക്കോട്ടെ, നിങ്ങൾ സ്കൂളുകളിലായിക്കോട്ടെ, അവിടുത്തെ സെർവൻസ് ആർ ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. ഓക്കെ, അപ്പൊ ഈ 3 കാര്യമുണ്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വിച്ച് വൺ ഈസ് നോട്ട് റിലേറ്റഡ് അല്ലാത്തത് ഏതാണെന്നാണ്. ഓക്കെ, സോ ഇതാണ് വരുന്നത്. ഏതാണ്? ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ എ സ്പെഷ്യൽ ആക്ട് ഓഫ് പാർലമെന്റ്. പാർലമെന്റിൽ ഒരു സ്പെഷ്യൽ ആക്ട് പാസ്സാക്കിയിരിക്കും. ഓക്കെ, ആ സ്പെഷ്യൽ ആക്ട് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? സ്പെഷ്യൽ ആക്ട് ഓഫ് പാർലമെന്റിൽ പാസ്സാക്കിയിട്ടുള്ള സ്പെഷ്യൽ ആക്ട് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ് അവിടെ പ്രവർത്തിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ ഈ രീതിയിലുള്ള ഒരു ചോദ്യം അവിടെ ചോദിക്കാം. നെക്സ്റ്റ് ഒന്ന് നോക്കിയേ, എ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ഫോംഡ് ബൈ സ്പെഷ്യൽ ആക്ട് ഇൻ ദ പാർലമെന്റ്, ഐഡന്റിഫൈ ഇറ്റ് ആൻഡ് ഗീവ് എൻ എക്സാമ്പിൾ. അപ്പൊ അവിടെ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം എന്താണ്? അതായത് പാസിംഗ് ആൻ ആക്ട് ഇൻ ദ പാർലമെന്റിലെ ആക്ട് പാസ്സാക്കിയിട്ടുള്ളത് ഏത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിലാണ്? ഐഡന്റിഫൈ ഇറ്റ് ആൻഡ് ഗീവ് എക്സാമ്പിൾ. അപ്പൊ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ചില കീ വേർഡ്സ് നമ്മളോട് ചോദിക്കാം. അപ്പൊ ഈ കീ വേർഡ്സ് വെച്ചിട്ട് അത് ഏത് പബ്ലിക് ഓർഗനൈസേഷൻ ആണ്, ഏത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ് എന്നൊരു കാര്യം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ഓക്കെ, അപ്പൊ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ എപ്പോഴും ഓർക്കുക, ഒരു ആക്ട് പാസ്സാക്കുന്ന എപ്പോഴും ഏതിലാണ്? സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനിലോട്ട് വരുന്ന സമയത്താണ്. ഓക്കെ, ഏതാണ്? സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനിലോട്ട് വരുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഈ ആക്ട് പാസ്സാക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ എക്സാമ്പിൾസ് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നത് ഏതാണ്? LIC അതിനൊരു എക്സാമ്പിൾ ആണ്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അതിനൊരു എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലുള്ള ചോദ്യങ്ങളും അവിടെ ചോദിക്കും. നെക്സ്റ്റ് ഒന്ന് നോക്കിയേ, റെയിൽവേ, പോസ്റ്റ്, ടെലഗ്രാം ആർ എക്സാമ്പിൾ ഓഫ് ദിസ് ടൈപ്പ് ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ആൻഡ് ഗിവ് 2 ഫീച്ചേഴ്സ്. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ തന്നിട്ട് അത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്കറിയാം റെയിൽവേ, പോസ്റ്റ്, ടെലഗ്രാം ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യൻ റെയിൽവേ എന്ന് വെച്ചാൽ ആരാണ് ഇതിന്റെ ഓണേഴ്സ് ആയിട്ട് വരുന്നത്? ഇന്ത്യൻ ഗവൺമെന്റ് ആണ്, റൈറ്റ്? അപ്പൊ ഗവൺമെന്റ് കമ്പനി ആണെന്നാണോ? അല്ല. ഓക്കെ, ഗവൺമെന്റ് കമ്പനി ആണെങ്കിൽ എന്ത് ചെയ്യണം? 51% ഓഫ് ദ ഷെയർ ഗവൺമെന്റിന്റെ കയ്യിലും ബാക്കി പ്രൈവറ്റ് സെക്ടറിന്റെ കയ്യിലും. അങ്ങനെ ഒരു കേസിലാണ് ഗവൺമെന്റ് കമ്പനിയാണ്. ഇവിടെ റെയിൽവേ തുടങ്ങിയ കാര്യങ്ങൾ എന്തിനാ? കംപ്ലീറ്റ്ലി ഗവൺമെന്റ് അവിടെ ഓൺ ചെയ്ത്, അല്ലെ? അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് സപ്പോർട്ട് ട്രാൻസ്പോർട്ടേഷൻ മിനിസ്ട്രി എന്ന് പറയുന്ന മിനിസ്ട്രി അവിടെയുണ്ട്. ഫൈൻ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? അത് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ് ആണ്. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങളോട് ചിലപ്പോൾ ഒരു കീവേഡ് തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ടായിരിക്കും പറയുന്നത്, ഈ ക്വസ്റ്റ്യനിൽ കണ്ട പോലെ. അതേസമയം എക്സാമ്പിൾസ് തന്നിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഐഡന്റിഫൈ ചെയ്യാനായിട്ടും എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ഈ ചോദിക്കും. അപ്പൊ അതേപോലെ ഡയറക്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആവില്ല ചോദിക്കുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ട് ഈ രീതിയിൽ ചോദിക്കും. പിന്നെ 2 മാർക്ക് ക്വസ്റ്റ്യൻസും ഈ ഒരു ഏരിയയിൽ നിന്ന് സാധാരണ എന്ത് ചെയ്യുന്നത്? 3 ചോദിക്കാറുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷന്റെ ഫീച്ചേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഗവൺമെന്റ് കമ്പനിയുടെ ഫീച്ചേഴ്സ് ഉണ്ട്, ഗ്ലോബൽ എന്റർപ്രൈസസിന്റെ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ, 2 മാർക്കിന് റിപ്പീറ്റ് ആയിട്ട് പല പ്രാവശ്യങ്ങൾ 2 ഫീച്ചേഴ്സ് എഴുതുക എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാറുണ്ട്? ഈ ഒരു ഏരിയ നമ്മൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ,
ഐഡന്റിഫൈ ദ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ക്രിയേറ്റഡ് ഇന്ത്യൻ കമ്പനി ആക്ട് 1956. കമ്പനി ആക്ട് പ്രകാരം വന്നിട്ടുള്ളത് ഏതാണ്? അപ്പൊ ഏതാണത് കമ്പനി ആക്ട് പ്രകാരം? ആൻഡ് ലിസ്റ്റ് ഔട്ട് 2 മെറിറ്റ്സ്. അപ്പൊ ഐഡന്റിഫൈ ചെയ്യുന്ന തെറ്റിപ്പോയി നമ്മൾ എഴുതുന്ന മെറിറ്റ്സ് എല്ലാം അവിടെ തെറ്റിപ്പോകും. ഓക്കെ, അപ്പൊ കമ്പനി ആക്ട് പ്രകാരം വന്നിട്ടുള്ള ഏതാണത്? ഇറ്റ് ഈസ് ഗവൺമെന്റ് കമ്പനി അല്ലെ. നമ്മൾ പറഞ്ഞു കമ്പനി ആക്ട് പ്രകാരമാണ് ഗവൺമെന്റ് കമ്പനി അവിടെ ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗവൺമെന്റ് കമ്പനിയുടെ ബാക്കി രജിസ്റ്റർ കാര്യങ്ങളെല്ലാം വരുന്നത് ഇന്ത്യൻ കമ്പനി ആക്ട് 1956 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാവും ചോദിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഗവൺമെന്റ് കമ്പനി എന്താ, ഇതിന്റെ ഫീച്ചേഴ്സ് എന്താ, ഇതിന്റെ മെറിറ്റ്സ് എന്താ, ഡിമെറിറ്റ്സ് എന്താ എന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഓക്കെ, അപ്പൊ ഇനി ഇത് മൂന്നെണ്ണത്തിൽ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചോദിക്കാം. റൈറ്റ് 3 ഫോംസ് ഓഫ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ക്യാൻ ബി ഫോംഡ്. മൂന്നും കൂടെ വെച്ചിട്ട് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ ചോദിക്കുള്ളൂ എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റില്ല. എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ഏതൊക്കെ എന്ന് പറഞ്ഞിട്ട് ഒരു എസ്സേ ക്വസ്റ്റ്യനും അവിടെ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഈ 3 ഇമ്പോർട്ടന്റ് ആണ്. ഡിപ്പാർട്ട്മെന്റ് അണ്ടർടേക്കിംഗ്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആകാം, അല്ലെങ്കിൽ ഗവൺമെന്റ് കമ്പനി ആകാം. ഈ 3 എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും ചോദ്യം വരാം. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഡയറക്റ്റ് ആയിട്ട് മാത്രമല്ല ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അവിടെ ചോദിക്കും. ഈ രീതിയിൽ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ എങ്ങനെ ചോദിച്ചാലും കീവേഡ്സ് വന്നിട്ടോ അല്ലെങ്കിൽ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക, എക്സാമ്പിൾ പഠിക്കുക. അപ്പൊ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് അതിന്റെ ആൻസേഴ്സ് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഒരുപാട് മാർക്കുകളുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ ഈ ഒരു രീതിയിലാവണം എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു ഏരിയ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.